എനിക്കിതിൽ എടുത്തു പറയാൻ തോന്നിയത് ശ്രുതിധരൻ എന്ന ബ്രാഹ്മണന്റെയും ബഹുളാശ്വൻ എന്ന ആ മിഥില രാജാവിൻ്റെയും കഥയാണ്. ഈ മിഥില രാജ്യത്തില് താമസിച്ചിരുന്ന വളരെ നിർദ്ധനായിട്ടുള്ള ശ്രുതിധരൻ എന്ന ബ്രാഹ്മണൻ സദാസമയവും ദ്വാരകാധിപതിയായ കൃഷ്ണനെ കുറിച്ച് മാത്രം ചിന്തിച്ച് അദ്ദേഹത്തെ കാണാനുള്ള മോഹത്തോടെ ജീവിക്കുന്ന ബ്രാഹ്മണനായിരുന്നു. മിഥില രാജ്യത്തെ രാജാവായിരുന്ന ബഹുളാശ്വനും സദാസമയവും വിഷ്ണു പ്രീതികരങ്ങളായിട്ടുള്ള സൽക്കർമ്മങ്ങളും വിഷ്ണു പൂജകളെല്ലാം ചെയ്ത് സദാസമയവും വിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദർശനത്തിനായി മോഹിച്ചിരിക്കുന്ന മറ്റൊരു ഭക്തനായിരുന്നു. ഈ രണ്ട് ഭക്തന്മാരെയും അനുഗ്രഹിക്കാൻ ഭഗവാൻ കൃഷ്ണൻ തീരുമാനിച്ച് മിഥിലയിലേക്ക് പുറപ്പെടുകയാണ്. മാർഗമധ്യേ പല ഋഷി വര്യന്മാരും ഭക്തജനങ്ങളും കൃഷ്ണന്റെ സാമീപ്യം ഏറ്റവും പുണ്യകരമാണല്ലോ എന്ന് കരുതി അദ്ദേഹത്തെ അനുഗമിച്ചു. കൃഷ്ണൻ മിഥിലയിൽ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞ ഉടൻ തന്നെ രണ്ടുപേർക്കും എന്തെന്നില്ലാത്ത ആനന്ദത്തോടെ തൻ്റെ നിർധനാവസ്ഥയിൽ അനുസരിച്ച് ശ്രുതിധരനും രാജകീയ പ്രൗഢിയോടെ ബഹുളാശ്വൻ എന്ന രാജാവും ശ്രീകൃഷ്ണനെ സ്വീകരിച്ചു. തൻ്റെ ചെറിയ ആ ഭവനത്തിലേക്ക് വരണം എന്ന് ബ്രാഹ്മണനും തൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളണം എന്ന് രാജാവും ആവശ്യപ്പെട്ടു. എന്നാൽ ഭക്തവത്സരനായിട്ടുള്ള ശ്രീകൃഷ്ണൻ തൻ്റെ രണ്ട് ഭക്തരെയും ഒപ്പം തൃപ്തിപ്പെടുത്താനായിട്ട് രണ്ട് കൃഷ്ണരൂപം ധരിച്ച് അവരുടെ കൂടെ പുറപ്പെട്ടു എന്നാണ് കഥ. അദ്ദേഹം രാജകൊട്ടാരത്തിലെയും ബ്രാഹ്മണ ഗൃഹത്തിലെയും പൂജകൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഇവിടെ ദരിദ്രനെയും ധനികനെയും ഒരുപോലെയാണ് ഭക്തവത്സലനായ ഭഗവാൻ പരിഗണിച്ചത്. ഇവിടെ അദ്ദേഹം ബ്രാഹ്മണനോട് പറയുന്നത്രേ, എനിക്ക് ആർഭാടപൂർവകമായ പൂജയേക്കാൾ നിഷ്കളങ്ക ഭക്തിയോടു കൂടിയുള്ള ലളിതമായ പൂജയാണ് ഇഷ്ടം എന്ന്. ഇവിടെ കൃഷ്ണന്റെ കൂടെ കൂടിയിട്ടുള്ള ഭക്തന്മാരെയും ഋഷിവര്യന്മാരെയും ഒക്കെ രാജാവും ആ ബ്രാഹ്മണനും വളരെ ആദരപൂർവം സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു അത്രേ, എൻ്റെ ഭക്തന്മാരെ പൂജിക്കുന്നതും എന്നെ പൂജിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വന്നിട്ടുള്ള ഈ ഋഷീശ്വരന്മാരെയും ഭക്തജനങ്ങളെയും നിങ്ങൾ യഥോചിതം പൂജിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഏറ്റവും സംതൃപ്തനായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജീവിതാവസാനം